ലോകത്തിന്റെ ഊർജ്ജധമനിയായ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ കേവലം ഒരു നാവിക അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇറാൻ നൽകുന്ന വ്യക്തമായ താക്കീതാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട് മണിക്കൂറുകൾക്കകം ഹോർമുസിന്റെ ആഴങ്ങളിൽ നിന്ന് പുറത്തുവന്ന ആ ദൃശ്യങ്ങൾ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളെ വെറും 60 സെക്കൻഡ് കൊണ്ട് വഴിതിരിച്ചുവിടാൻ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അതായത് IRGCക്ക് സാധിച്ചു എന്നത് ഇറാന്റെ സൈനിക മികവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ ഇറാൻ മുട്ടുമടക്കുമെന്ന് കരുതുന്നവർക്കുള്ള മറുപടിയാണ് സമുദ്രത്തിൽ കണ്ടത്. നിങ്ങൾ ഉടൻ ദിശ മാറ്റണം, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടും എന്ന കമാൻഡറുടെ ശബ്ദം വെറും ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് സ്വന്തം മണ്ണും കടലും സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്ന പ്രഖ്യാപനമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ച് വാചാലരാകുന്ന അമേരിക്ക ഇറാന്റെ സുരക്ഷാ പരിസരത്ത് മൈൻ നീക്കം ചെയ്യൽ എന്ന പേരിൽ നടത്തുന്നത് നഗ്നമായ പ്രകോപനമാണ്. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ പരമാധികാരത്തിന് കീഴിലുള്ളതാണെന്നും അവിടെ വിദേശ സൈനിക സാന്നിധ്യം അനുവദിക്കില്ല എന്നും ഇറാൻ ഒരിക്കൽ കൂടി ലോകത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇറാൻ സർവകലാശാലയിലെ പ്രൊഫസർ സൊഹ്റേ ഗരാസ്മി നടത്തിയ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ഹോർമുസിൽ ഹോളിവുഡ് ശൈലിയിലുള്ള തന്ത്രങ്ങൾ നടപ്പിലാകില്ല എന്ന് അവർ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ നേരിടുന്നതിനേക്കാൾ ലളിതമായി വലിയ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിടാൻ ഇറാന്റെ വേഗ കപ്പലുകൾക്കും തീരദേശ മിസൈലുകൾക്കും സാധിക്കും. ഇടുങ്ങിയ ഈ സമുദ്രപാതയിൽ അത്യാധുനിക ആയുധങ്ങളെക്കാൾ കൂടുതൽ ഫലപ്രദമാകുന്നത് ഇറാന്റെ ഗറില്ല നാവിക തന്ത്രങ്ങളെയാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മറ്റൊരു പ്രധാന വശം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഈ നീക്കം ചെലുത്തുന്ന സ്വാധീനമാണ്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും കടന്നുപോകുന്ന ഈ പാതയിൽ നിയന്ത്രണം ഉറപ്പിക്കുക എന്നത് ഇറാന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവകാശമാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള നേതാക്കളുടെ ഭീഷണിക്ക് മുന്നിൽ ഭയം നോടുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്ന് ഈ ദൃശ്യങ്ങൾ അടിവരയിടുന്നുണ്ട്. കൂടാതെ ചൈനീസ് വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ ചൈനയും ഇറാനും കൈകോർക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ കടലാധിപത്യത്തിന് അത് വലിയ തിരിച്ചടിയാകും. ഹോർമുസിലെ ഓരോ തരംഗവും ഇപ്പോൾ ആഗോള വിപണികളെ ബാധിക്കുന്നുണ്ട്. എണ്ണവില ഉയരുന്നത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുക. തങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ തന്നെ ഭാഷയിൽ മറുപടി നൽകാൻ ഇറാൻ തയ്യാറായി കഴിഞ്ഞു. ഇത് കേവലം ഒരു പ്രചാരണ യുദ്ധമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളിൽ തങ്ങൾ എങ്ങനെയാകും പ്രതികരിക്കുക എന്നതിന്റെ ഒരു ട്രെയിലർ മാത്രമാണ്. പശ്ചിമേഷ്യയിൽ ഇനി അമേരിക്കൻ താല്പര്യങ്ങൾ മാത്രം നടപ്പിലാകില്ല എന്നും ഇറാന്റെ കരുത്ത് വകവെച്ച് കൊടുക്കാതെ ആർക്കും മുന്നോട്ട് പോകാനാവില്ല എന്നും ഈ ദൃശ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്.